എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്മിതൂസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. സമ്പൽ സമൃദ്ധിയും സ്നേഹവും സമാധാനവും സന്തോഷവും നിറയട്ടെ എല്ലാവരുടെയും ജീവിതത്തിൽ എന്ന് ആശംസിക്കുന്നു. ഇന്ന് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സദ്യയിൽ വേണമെങ്കിൽ നമുക്കിത് വിളമ്പാൻ പറ്റുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ പകരക്കാരനായിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്ന ഒന്നാമതൊരു റെസിപ്പി തന്നെ കേട്ടോ. അതിനായിട്ട് ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് ഒരു 3-4 കപ്പയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഫ്രോസൺ കപ്പയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് കപ്പ ഉപയോഗിക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതിനെ മുറിച്ചെടുക്കാം. കപ്പയെല്ലാം ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായി കഴുകിയ ശേഷം അടുപ്പത്തേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് വേവിക്കാനായി വെക്കാവുന്നതാണ്. ഇനി ഞാൻ ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തലേദിവസം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. പക്ഷേ ഈ ചെറുപയർ പെട്ടെന്ന് വേവുന്ന കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കുതിർത്തൊന്നും വെക്കുന്നില്ല. ഇപ്പോൾ 1/2 കപ്പ് ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. ചെറുപയർ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ശേഷം പ്രഷർ കുക്കറിലേക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നമുക്ക് വേവിക്കാനായി വെക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് വേണം വേവിക്കാൻ. ഈ ഒരു സമയം കൊണ്ട് തന്നെ കപ്പ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടാണ്. എന്നിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. കപ്പ നല്ലതായിട്ട് തന്നെ വെന്ത് കിട്ടണേ. ഈ ഒരു സമയം കൊണ്ട് ഞാനൊന്ന് ചതച്ചെടുക്കാനായിട്ട് ഒരു 3-4 കൊച്ചുള്ളി, 2 വെളുത്തുള്ളി, 2-3 കാന്താരി മുളക് ഇത്രയും കൂടെ ഞാൻ ചതച്ചെടുക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഈ ഒരു ഉള്ളി ചതച്ചെടുക്കുന്ന സമയം കൊണ്ട് ചെറുപയറും അതുപോലെ തന്നെ കപ്പയും നല്ലതായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ കപ്പയിലെ വെള്ളമെല്ലാം കളഞ്ഞ് നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഞാൻ അങ്ങനെ ഒരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കപ്പയിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് അടുപ്പത്തേക്ക് വയ്ക്കാം. പാത്രത്തിലേക്ക് ഞാൻ കപ്പ ഇട്ട് കൊടുത്തു. ഞാൻ ഈ ഒരു സമയത്ത് തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. ഇതിൽ നിന്ന് ഉടച്ചെടുക്കുകയാണ്. കപ്പ നല്ലതായിട്ട് ഉടച്ചെടുക്കുക. കപ്പയോടൊപ്പം ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ചെറുപയറാണ്. ചെറുപയറും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം തീ ഓണാക്കാം. ചെറു തീയിൽ വെച്ച് നമുക്ക് ഇതിനെ യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച ഉള്ളിയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു കുറച്ച് വെള്ളം കൂടെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയും ചെറുതീയിൽ തന്നെ വെച്ചിരിക്കാവേ, തീയുടെ ഫ്ലെയിം കൂട്ടരുത്. നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ ആ കപ്പയും ചെറുപയറും എല്ലാം കൂടെ യോജിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇനി നിങ്ങൾക്കിത് കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ അടുപ്പത്തേക്കൊരു പാൻ വെച്ചു. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നെയ്യും കൂടെ, 1 ടീസ്പൂൺ നെയ്യും കൂടി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യും വെളിച്ചെണ്ണയും ഒക്കെ ചൂടായി വന്ന സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ജീരകം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കറിവേപ്പില, കൊച്ചുള്ളി അരിഞ്ഞത്, വറ്റൽമുളക് ഇത്രയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനിയും ഇതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിനി തേങ്ങ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. അങ്ങനെ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെ ആകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ കേട്ടോ. എങ്കിൽ ആ ഒരു തേങ്ങയുടെ ആ ഒരു മണമൊക്കെ വരുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇനി നമുക്ക് ഇത്രയും ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരിക്കുന്ന കപ്പയും അതുപോലെ തന്നെ ചെറുപയറും ഉണ്ടല്ലോ, അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നമുക്ക് നല്ലതായിട്ട് യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആ തേങ്ങയൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക മണം തന്നെ കേട്ടോ. ഇങ്ങനെ തീർച്ചയായും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസായിട്ട് ഈ ഒരു ചെറുപയറും കപ്പയും ഒക്കെ ഇരിക്കണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് പക്ഷേ അത്രയും ലൂസാക്കി എടുക്കുന്ന അത്ര താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുഴഞ്ഞ രീതിയിൽ തന്നെ എടുക്കുന്നത്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നല്ലതായി യോജിപ്പിച്ച ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പയും ചെറുപയറും ഒക്കെ ചേർത്തിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി തയ്യാറായിട്ടുണ്ട്. സദ്യയ്ക്ക് നമുക്ക് വിളമ്പാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ്. തീർച്ചയായും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.